മോഹൻലാലിൻ്റെതായി വരാനിരിക്കുന്ന ശ്രദ്ധേയ ചിത്രങ്ങള് ദൃശ്യം മൂന്ന്, പേട്രിയറ്റ് എന്നിവയാണ്. ദൃശ്യം മൂന്ന് ഒരുപക്ഷേ ഇന്ത്യ മുഴുവന് കാത്തിരിക്കുന്ന ചിത്രമാണെങ്കില് മലയാളത്തിലെ ഏറ്റവും വലിയ കാൻവാസ് ചിത്രങ്ങളിലൊന്നാണ് വന് താരനിരയുമായി എത്തുന്ന പേട്രിയറ്റ്. മമ്മൂട്ടിയും മോഹൻലാലും വലിയ ഇടവേളയ്ക്ക് ശേഷം ഒന്നിക്കുന്ന ചിത്രം കൂടിയാണ് ഇത്. ഈ രണ്ട് ചിത്രങ്ങളും ഏപ്രില് റിലീസുകള് ആണ്. ദൃശ്യം മൂന്ന് ഏപ്രില് 2-നാണ് തിയേറ്ററുകളില് എത്തുന്നതെങ്കില് പേട്രിയറ്റ് എത്തുക ഏപ്രില് 23-നാണ്. എന്നാല് മോഹൻലാലിന്റെ അടുത്ത ബിഗ് സ്ക്രീന് എൻട്രി ഈ രണ്ട് ചിത്രങ്ങളിലൂടെയുമല്ല, മറിച്ച് മറ്റൊരു ചിത്രത്തിലൂടെയാണ്. എന്നാല് അതൊരു റിലീസ് ചിത്രമാണ്. മോഹൻലാലിനെ നായകനാക്കി റോഷൻ ആൻഡ്രൂസ് സംവിധാനം ചെയ്ത് 2005-ല് പുറത്തെത്തിയ ഉദയനാണ് താരം എന്ന ചിത്രമാണ് അതിന് മുൻപ് തിയേറ്ററുകളിലേക്ക് എത്താന് ഒരുങ്ങുന്നത്. ഫെബ്രുവരി 6-നാണ് ചിത്രം എത്തുക. മോഹൻലാല് തന്നെയാണ് വീഡിയോയിലൂടെ ചിത്രത്തിന്റെ റിലീസ് തീയതി പുറത്തുവിട്ടത്. കാൾട്ട് ഫിലിംസിന്റെ ബാനറില് സി കരുണാകരന് നിർമ്മിച്ച ചിത്രം ന്യൂ സൂര്യ ഫിലിംസ് ആണ് ഇപ്പോൾ തിയേറ്ററുകളില് എത്തിക്കുന്നത്. 4K, ഡോൾബി അറ്റ്മോസ് ദൃശ്യ, ശ്രാവ്യ മികവോടെയാണ് ചിത്രം തിയേറ്ററുകളില് എത്തുക. കഴിഞ്ഞ വർഷം ജൂലൈ 20-ന് നടക്കുമെന്ന് ആദ്യം പ്രഖ്യാപിക്കപ്പെട്ടിരുന്ന റിലീസ് ആയിരുന്നു ഇത്. എന്നാല് പിന്നീട് അത് മാറ്റി. മലയാള സിനിമാലോകത്തെ ഹാസ്യാത്മകവും അതേസമയം ചിന്തിപ്പിക്കുന്നതുമായി അവതരിപ്പിച്ച് വൻ വിജയം നേടിയ ചിത്രമായിരുന്നു റോഷൻ ആൻഡ്രൂസ് മോഹൻലാൽ ശ്രീനിവാസൻ കൂട്ടുകെട്ടിൽ എത്തിയ ഉദയനാണ് താരം. റോഷൻ ആൻഡ്രൂസും ശ്രീനിവാസനും ചേർന്ന് എഴുതിയ കഥയ്ക്ക് തിരക്കഥയൊരുക്കിയത് ശ്രീനിവാസന് ആയിരുന്നു. റോഷൻ ആൻഡ്രൂസിന്റെ സംവിധാന അരങ്ങേറ്റവുമായിരുന്നു ഈ ചിത്രം. ആദ്യ റിലീസില് ബോക്സ് ഓഫീസിൽ മികച്ച വിജയം നേടിയ ചിത്രം ഉദയഭാനുവിന്റെയും സരോജ് കുമാർ എന്ന രാജപ്പന്റെയും ജീവിതയാത്രയെ രസകരമായി അവതരിപ്പിക്കുന്നു. ഉദയഭാനുവായി മോഹൻലാല് എത്തുമ്പോള് സരോജ് കുമാറിനെ അവതരിപ്പിച്ചത് ശ്രീനിവാസനാണ്.